ഗപ്പി ടാങ്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിലെ പഴയ ഓടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ടാങ്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ചെറിയ മീനുകളൊക്കെ ഗപ്പി പോലുള്ള മീനുകളൊക്കെ ഇടാനായിട്ടുള്ള ചെറിയ ടാങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ മീൻകുളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 ഓടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ശരിക്കും കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓടൊക്കെ ശരിക്കും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് ഈ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കോണായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ ആ ഓട് വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീതിക്ക് ഒരു 2 ഓടും അതുപോലെ തന്നെ നീളത്തിന് ഒരു 3 ഓടും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു ഓടിനുള്ള കട്ടിങ് വെച്ച് കൊടുക്കാനുള്ള കട്ടിങ് ഇവിടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കോണിലാണ് ഓട് വെക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കോണിൽ ഓട് ഇതേപോലെ ഒന്ന് ശരിക്ക് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ആ രണ്ടാമത്തെ ഓട് എടുത്തിട്ട് ആ ഒരു ഓടിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ലോക്കായിട്ടുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, ആ ഒരു ലോക്കായിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു ഓടും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട് മേയുന്ന ഒരു രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു ഗ്യാപ്പ് അടക്കാൻ വല്ല പണിയും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്രഭാഗത്തും അതിനോട് ചാരി ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മളിവിടെ ഇരട്ടപ്പാത്തി ഓടുകളാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ലോക്കായും കിടക്കും. അപ്പോൾ നമ്മളിത് എല്ലാ ഭാഗത്തും ഇതുപോലെ ലോക്ക് ചെയ്ത രീതിയിൽ ഈ ഓടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 3 ഭാഗത്ത് ഇപ്പോൾ ഓട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3ാമത്തെ ഭാഗത്ത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു കല്ലൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറിയാതിരിക്കാൻ. അങ്ങനെ നമുക്ക് 4ാമത്തെ ഭാഗത്തും ഓട് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 ഭാഗത്ത് ഇപ്പോൾ ഓടൊക്കെ വെച്ച് ഇതൊരു ചതുരത്തിനുള്ളൊരു ടാങ്കിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇടാനായിട്ട് കുറച്ച് കല്ലുകളും അതുപോലെ തന്നെ കുറേ പഴയ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഓടും കല്ലൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് കുറച്ച് ഗ്രൗട്ട് രൂപത്തിലൊന്ന് ടൈറ്റിൽ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ഈ ഓടുകൾ വെച്ചതിൻ്റെ ഗ്യാപ്പിലൂടെ ഒന്ന് തേച്ച് കൊടുക്കണം. നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇതിൽ പിന്നീട് ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകാനായി പാടില്ല. അപ്പോൾ ആ രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ സൈഡിലൊക്കെ ഒന്ന് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിടാനായിട്ട് കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് കുറച്ച് മണലും കുറച്ച് കല്ലുകളും കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ലൂസിൽ കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ കോൺക്രീറ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ചെറിയ ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ ഉള്ളിൽ എല്ലാ ഭാഗത്തുനിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ സിമെൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തത്തെ ഗ്യാപ്പിലും നമ്മൾ സിമെൻ്റ് ഇട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാങ്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടോ. അപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കാം. ഉള്ളിൽ നമ്മൾ നീല കളറായിട്ടുള്ള പെയിൻ്റായിട്ട് അടിക്കണം. വെള്ളത്തിൻ്റെ അടിയിലൊക്കെ അടിക്കണ ഒരു പെയിൻ്റ് തന്നെയാണത്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കാകുന്ന രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുക. ഉള്ളിലെല്ലായിടത്തും പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തെ ഓടുമ്പിലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ഓടിനടിക്കണ പെയിൻ്റ് തന്നെയായിട്ട് അടിക്കണത്. ഏകദേശം ഒരു ബ്രൗൺ കളറിലുള്ള പെയിൻറ്റ് നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലും പുറത്തൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഉണങ്ങാനായിട്ട്. അതിനുശേഷം നമ്മളിതിൽ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ വെക്കുന്ന കുറച്ച് ചെടികളും അതുപോലെ തന്നെ കുറച്ച് പായലൊക്കെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായലൊക്കെ ഇട്ട് കുളം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗപ്പി മീനായിട്ട് നമ്മൾ ഇടാനായിട്ട് പോണത്. അപ്പോൾ നമ്മളെ കുളത്തിലിപ്പോൾ മീനൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ എല്ലാ വർക്കും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ ഓടുകൾ ഇതുപോലെ ഉയർത്തി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കൂടുതൽ മീനുകൾ ഇടാൻ പറ്റിയ നല്ലൊരു സ്പേസ് തന്നെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് പുറത്തുനിന്ന് കാണുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഭംഗി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ പഴയ ഓടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഗപ്പി മീനിനൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ടാങ്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് കുറച്ച് സിമെൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.